ഈ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാദം ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. 10 വർഷത്തെ ഡെവലപ്മെന്റും കരുതലുമാണ് വോട്ട് എന്നാണ് അവരുടെ ഒരു നെറേറ്റീവ്. ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത്? നിങ്ങളുടെ UDFന്റെ പരസ്യം വളരെ ആകർഷകമായ പരസ്യമാണ്. ആ പരസ്യത്തിൽ നിങ്ങൾ ഇതിനെ പൊളിച്ചെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏതാ മേജർ ഡെവലപ്മെന്റ്? ഏതാ? വിഴിഞ്ഞ അവരുടെയാണോ? ഉമ്മൻചാണ്ടി അവർ കേസ് പ്രതിയാക്കിയല്ലേ ചെയ്ത്? ഇത് കടൽ കൊള്ളയാണ്, ഇത് റിയൽ എസ്റ്റേറ്റ് ആണെന്നല്ല പറഞ്ഞത്. മെട്രോ അവരുടെയാണോ? വിമാനത്താവളത്തിന് എനിക്ക് തന്ന മറുപടിയുണ്ട്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പരീക്ഷണ പറക്കൽ നടത്തി കഴിഞ്ഞപ്പോൾ അന്നിനെ പിണറായി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള അടുത്ത മാസങ്ങളിൽ ഞാനും KC ജോസഫ് നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് 80%, 90%, 10% പണി തീർത്തിട്ടാണ് പോകുന്നത്. ഇനി വേറൊരു കാര്യം, നമ്മൾ എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവന്നു, അവർ എതിർത്തു. മനസ്സിലാക്കണം, അന്ന് പശുവിനെ അപ്പുറത്തിപ്പുറത്ത് കെട്ടാൻ പറ്റില്ല, കേരളം രണ്ടാക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ സഹകരിച്ചു. നമ്മൾ ഗ്യാസ് പൈപ്പ് ലൈൻ കൊണ്ടുവന്നു, അവരെന്താ പറഞ്ഞു? ഇത് മണ്ണിനടിയിൽ ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട ബോംബാണെന്ന് പറഞ്ഞ് സമരം ചെയ്ത വ്യക്തി ഇപ്പൊ വ്യവസായ മന്ത്രിയായി കേരളത്തിൽ. ആ ഒരു ആസ്പെക്റ്റ് ഉണ്ട്. അവര് സമരത്തിന്റെ ശല്യം അവർ ഭരണത്തിൽ വരുമ്പോ ഇല്ല എന്നുള്ള ഒരു ആസ്പെക്ട് ഉണ്ട്. അല്ല, ഈ സമരത്തിന്റെ ശല്യം യഥാർത്ഥത്തിൽ UDF അത്രമേൽ ശക്തമായി ഉണ്ടാക്കിയോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോ ഈ ഗവൺമെന്റ് വന്നപ്പോൾ കോവിഡ്, അതുപോലെ പ്രളയം, ഇതിനൊക്കെ ഞങ്ങൾ സഹകരിച്ചതുപോലെ കോവിഡും ഇപ്പൊ അങ്ങനത്തെ രോഗപ്രതിസന്ധി, വയനാട്, ഇവിടെയൊക്കെ ഞങ്ങൾ സഹകരിച്ച പോലെ ഒരു സിംഗിൾ വിമർശനം പോലും അസംബ്ലിക്കകത്ത് വെള്ളപ്പൊക്കത്തിന്റെ ഫണ്ട് കെട്ടത് ചോദ്യം ചെയ്തിട്ടുണ്ടാവും. കോവിഡിന്റെ മറവിൽ നടന്നത് ഇന്ന് ചില പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. അസംബ്ലിക്കകത്ത് ചോദ്യം ചെയ്യുന്നല്ല. ആ ക്രിട്ടിക്കൽ പീരീഡിൽ ഞങ്ങൾ സഹകരിക്കുകയല്ലാതെ ഇത്രയും പോസിറ്റീവായ ഒരു പ്രതിപക്ഷം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതൊരു ദൗർബല്യമായി പോയോ? ഒരിക്കലുമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഞങ്ങൾക്ക് മാണി സാറിന്റെ ബഡ്ജറ്റ് അവതരണം പോലത്തെ ഒരു നിയമസഭ ഉണ്ടാക്കാനോ തീർത്തും ഒരു നിഷേധാത്മകമായ ഒരു വിമർശനമോ ഞങ്ങൾക്ക് പറ്റില്ല. പോസിറ്റീവായിട്ട് ഞങ്ങൾ ക്രിയേറ്റീവായിട്ട് ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. നിയമസഭാ വേദി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, പുറത്ത് സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.